ഇടതുമുന്നണിയുടെ രാജ്യസഭാ സീറ്റിൽ ധാരണയായിരിക്കുന്നു. ഈ സീറ്റിൽ CPM മത്സരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ KG ദിനകർ ചേരുന്നു. ദിനകർ, ഈ സീറ്റുമായി രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് CPIയും അവകാശം ഉന്നയിച്ചിരുന്നു. CPIയും തമ്മിൽ ഇപ്പോൾ ധാരണയായിരിക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? സ്വാമി, രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് LDFന് ലഭിക്കുന്ന രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് തീരുമാനമായിരിക്കുന്നു. ഈ സീറ്റിൽ CPM മത്സരിക്കും. ഇക്കാര്യത്തിൽ നേരത്തെ CPI അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇന്ന് കാനം രാജേന്ദ്രനും അതോടൊപ്പം പന്ന്യൻ രവീന്ദ്രനും AK സെന്ററിൽ എത്തി ചർച്ച നടത്തിയിരുന്നു. CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, LDF കൺവീനർ വൈക്കം വിശ്വൻ എന്നിവരുമായാണ് ചർച്ച നടത്തിയത്. ഈ ചർച്ചയിൽ സീറ്റ് CPM മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. CPIന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഉടൻ തന്നെ തീരുമാനത്തിൽ എത്തും എന്നും പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നു. 3 ഒഴിവുകളാണ് രാജ്യസഭയിലേക്ക് ഉള്ളത്. ഇതിൽ 2 സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരിക്കും വിജയിപ്പിക്കാൻ കഴിയുക. ഒരു സീറ്റിലേക്കാണ് LDFന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ആ ഒരു സീറ്റിലേക്കാണ് CPM മത്സരിക്കാൻ ധാരണയിൽ എത്തിയിരിക്കുന്നത്. KN ബാലഗോപാൽ, അതോടൊപ്പം തന്നെ TN സീമ എന്നീ 2 പേരാണ് CPIMൽ നിന്നും രാജ്യസഭാ MP കാലാവധി കഴിയുന്ന 2 പേർ. അതിന് പകരമായി നിയമസഭയിലെ MLA മാരുടെ അംഗസംഖ്യ വെച്ചുകൊണ്ട് LDFന് ഒരു സീറ്റിലാണ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിയുക. ആ സീറ്റിലേക്കാണ് CPM മത്സരിക്കാൻ ധാരണയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത് വരുന്ന ഒഴിവിൽ CPIക്ക് നൽകാം എന്ന് CPM ചർച്ചയിൽ ധാരണയിലെത്തി എന്നും അല്ലെങ്കിൽ തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് എന്നും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ടായി. ഇടതുമുന്നണിയുടെ രാജ്യസഭാ സീറ്റിൽ CPIM മത്സരിക്കും. KG ദിനകറാണ് വിവരങ്ങൾ നൽകിയത്.